ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വിഭവ് കുമാറിനെ കേന്ദ്ര വിജിലൻസ് വിഭാഗം പുറത്താക്കി. ചട്ടങ്ങൾ ലംഘിച്ചാണ് നിയമനമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ രാജിയോടെ ദില്ലി ഭരണപ്രതിസന്ധിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യം BJP ശക്തമാക്കി. വിജിലൻസ് ഡയറക്ടറേറ്റാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA സ്ഥാനത്ത് നിന്ന് വിഭവ് കുമാറിനെ നീക്കിയത്. വിഭവ് കുമാറിന്റെ നിയമനത്തിൽ സെൻട്രൽ സിവിൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചതായി വിജിലൻസ് ഡയറക്ടറേറ്റ് പറയുന്നു. 2007 നോയിഡ ഡെവലപ്മെന്റ് അതോറിറ്റി ഉദ്യോഗസ്ഥന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് വിഭവിനെതിരെ FIR നിലവിലുണ്ട്. മദ്യനയ അഴിമതിയിൽ വിഭവിനെ ED ചോദ്യം ചെയ്തിരുന്നു. രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചതോടെ സർക്കാരും ആം ആദ്മി പാർട്ടിയും ഒരുപോലെ പ്രതിസന്ധിയിലായി. തൊഴിൽ അടക്കം രാജ്കുമാർ കൈകാര്യം ചെയ്ത 7 വകുപ്പുകളിൽ ഭരണപ്രതിസന്ധി ഉടലെടുത്തു. വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് വീതിച്ചു നൽകേണ്ട മുഖ്യമന്ത്രി ജയിലിലാണ്. രാജ്കുമാറിന്റെ രാജി ലഫ്റ്റനന്റ് ഗവർണറെ അരവിന്ദ് കെജ്രിവാൾ അറിയിക്കുകയും വേണം. സാഹചര്യം മുൻനിർത്തി ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യം ശക്തമാക്കാനാണ് BJP തീരുമാനം. ഭരണപ്രതിസന്ധിയിൽ ലഫ്റ്റനന്റ് ഗവർണറുടെ തീരുമാനം നിർണായകമാണ്. ഭരണപ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഗവർണർ കേന്ദ്രത്തിന് റിപ്പോർട്ട് നൽകിയാൽ ദില്ലി രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും. രാജ്കുമാർ ആനന്ദിന്റെ രാജിക്ക് പിന്നാലെ കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുമോ എന്ന ആശങ്ക ആം ആദ്മി ക്യാമ്പിലുണ്ട്. റിപ്പോർട്ടർ, ദില്ലി.